நல்ல இடம். സോഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഉപ്പ് പാടശേഖരമാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കായൽപട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. കായൽപട്ടണം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അത് അതായത് കായൽപട്ടണം എന്ന പ്രദേശത്തോട് ചേർന്നിരിക്കുന്ന ആറുമുഖനേരി എന്നാണ്. ഈ ആറുമുഖനേരി അണ്ടറിലാണ് കായൽപട്ടണം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്ത് ഈ പ്രദേശത്ത് ഉപ്പുപാടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഉപ്പുപാടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു പൊതുവേ നമ്മൾ ഉപ്പുപാടമൊക്കെ കടലിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ടാണ് ഉപ്പുപാട ശേഖരങ്ങൾ അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. എന്നാൽ അത് തെറ്റാണ്. കടലിൽ നിന്നല്ല, അതാതാ പ്രദേശങ്ങളിൽ ഈ പാടശേഖരം എവിടെയാണോ അതാതാ പ്രദേശങ്ങളിൽ ബോർവെല്ല് ഉപയോഗിച്ച് വെള്ളം സംഭരിച്ച് ഇങ്ങനെ പാടശേഖരങ്ങൾ കെട്ടി നിർത്തുകയാണ്. ഈ കെട്ടി നിർത്തി ഏതാണ്ട് ഇതിൻ്റെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്ന ആദ്യത്തെ ട്രിപ്പൊക്കെ ഏതാണ്ട് 13 ദിവസം വേണ്ടി വരും എന്നാണ് ഉപ്പുപാടശേഖരത്തെ കർഷകൻ പറഞ്ഞ്. 13 ദിവസമാണ് ഇതിൻ്റെ ആദ്യത്തെ വളർച്ച, ശരിയായ കാലയളവ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം തവണ നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും വെള്ളം സംഭരിച്ച് ഉപ്പുണ്ടാക്കാനായിട്ട് ഉണക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 10 ദിവസം മതി. പിന്നെ മൂന്നാം തവണ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 8 ദിവസം മതി. ഇങ്ങനെ ദിവസങ്ങൾ കുറയും. ഇതിനെന്താണ് ഇവർ ചേർക്കുക എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യാതൊന്നും ഇവർ ചേർക്കുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. അവർ പറയുന്നത് ഇതിന് നല്ല വെയിൽ വേണം. മെയിനായിട്ട് വേണ്ടത് നല്ല വെയിലാണ്. വെയിലും പിന്നെ നല്ല കാറ്റും, ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇവരേതാണ്ട് ഈ 10 ദിവസത്തെ ഈ പാടശേഖരത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ഏതാണ്ട് ഇതുപോലെ പല്ലൻ, തടി കൊണ്ടുള്ള പല്ലം കൊണ്ട് ഇവരൊന്ന് വരയുന്നത് ഒരു ശീലമാണ്. ഇതുകൊണ്ടോ വരഞ്ഞിരിക്കുന്നുണ്ടോ? ഇതേതാണ്ട് 5 ദിവസത്തിൽ കൂടുതൽ 6 ദിവസത്തോളമായ ഒരു പാടശേഖരമാണ്. ഇനി 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് പൂർണ്ണ വളർച്ചയിലെത്തും എന്നാണ് കർഷകൻ പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം ഇരുന്ന് ഉപ്പായി കഴിഞ്ഞ് ഒരു മാർബിൾ പോലെ അല്ലെങ്കിൽ ടൈല് പോലെ ഇതങ്ങ് കട്ടയായിപ്പോവും. എന്നിട്ട് ഇവർ തടിയുടെ ഇടിയൻ ഉപയോഗിച്ച് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇത് ശരിക്കും ഉപ്പ് കല്ലായിട്ട് തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നു എന്നാണ്. നമുക്ക് ഇടിക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് വാരിയെടുക്കാം. ഉപ്പ് കല്ലായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഉപ്പ് പാടശേഖരത്തെ കർഷകൻ പറയുന്നത്. ഇതുകൊണ്ട് വരഞ്ഞിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ആകെ 10 ദിവസമാണ് രണ്ടാം തവണ മുതലുള്ള കാലയളവ്. ആദ്യത്തെ തവണ ഫസ്റ്റ് ടൈം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ശേഖരിക്കാനായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക്, കൃഷിയല്ല ഈ വെള്ളം സംഭരിക്കുമ്പോഴത്തേക്ക് 13 ദിവസം പൂർണ്ണമായും വേണം എന്നാണ്. 13 ദിവസം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് വരുന്നത് 10 അല്ലെ 12, അതും അല്ലെങ്കിൽ പിന്നെ തേർഡ് വരുന്നത് 9, 8 എന്നീ ദിവസങ്ങളിൽ മാക്സിമം 8 ദിവസത്തെ ശരാശരി പറയുകയാണെങ്കിൽ 8 ദിവസത്തെ വളർച്ച മതി എന്ന് തന്നെയാണ്. ഇടയ്ക്കെങ്ങാനും കാലാവസ്ഥ മാറി മഴയെങ്ങാനും പെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത്തവണത്തെ അവരുടെ കഷ്ടപ്പാട് വെറുതെ ആകും എന്നതിൽ തർക്കമില്ല. പിന്നെ ആ മഴവെള്ളമെല്ലാം പൂർണ്ണമായും ഒന്നല്ലേ വറ്റിപ്പോവുകയോ അല്ലെങ്കിൽ അത് പമ്പ് ചെയ്ത് മാറ്റുകയോ ചെയ്തിട്ട് വേണം വീണ്ടും ബോർ ഉപയോഗിച്ച് ഉപ്പുവെള്ളം സംഭരിക്കാനായിട്ട്. ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടും ഗുജറാത്തുമാണ് ഉപ്പിൻ്റെ പ്രധാന താവളങ്ങളെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എങ്കിലും നമുക്കൊക്കെ പണ്ട് മുതലേ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാടിൻ്റെ തൂത്തുക്കുടിയിൽ നിന്നുള്ള ഉപ്പ് തന്നെയാണ്. ഈ ഉപ്പുപാടത്തു നിന്നും സംഭരിച്ച ഉപ്പ് കൂനുകൾ ഇതിൻ്റെ പരിസരത്ത് തന്നെ അവർ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അവസാനം കാണിക്കാം. ഈ കാണുന്ന ഈ അതിർത്തി കൂന്, ഇതും ഇവർ കോരിയിട്ടിരിക്കുന്ന ഉപ്പാണ്. പൂർണ്ണ വളർച്ചയെത്തിയ അല്ലെങ്കിൽ വിപണിക്ക് തയ്യാറായി നിൽക്കുന്ന ഉപ്പാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ഇവർ കൊട്ടയ്ക്ക് കോരി മാറ്റി, തലച്ചുമടായിട്ട് കോരി മാറ്റി സൈഡിലെവിടെയും സംഭരിക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് ഇവർ ചാക്കുകളിലാക്കി കമ്പനികൾക്ക് എത്തിക്കുക എന്നതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഉപ്പുപാട പ്രദേശത്ത് ഉപ്പിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതാണ്ട് കഷ്ടിച്ച് 25-30 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പരിപാടി ഈ പ്രദേശത്തില്ലായിരുന്നു. ഈ ഇരിക്കുന്ന മുക്കാലി മനസ്സിലായോ? ഇതാണ് ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ഇവർ ഈ വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന പണിയായുധമാണ് ഈ ഇരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് 2 ദിവസത്തിലൊരിക്കൽ ഈ വെള്ളം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വിടുന്നത്. വെള്ളം സംഭരിച്ചിട്ട് ശേഖരിച്ച് ഇവിടെ വെച്ചിട്ട് ഏതാണ്ട് 1 ദിവസം കാലപ്പഴക്കമായതാണ്. എന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറം കിടക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വെള്ളം എങ്ങനെ സംഭരിച്ചു അതുപോലെ തന്നെയാണ് ഈ വെള്ളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ പാത്തിയിലാവട്ടെ വെള്ളത്തിന് നിറവ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിത്തട്ട് ഏതാണ്ട് വെള്ള നിറത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 3-ാം പക്കത്തെ മാറ്റമാണ്, വെള്ളം സംഭരിച്ച 3-ാം ദിവസത്തെ മാറ്റമാണ്. ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പ്രദേശവും വെള്ളം സംഭരിച്ച 3-ാം ദിവസത്തെ വീഡിയോ ആണ്, അല്ലെങ്കിൽ സംഭരിച്ച ഉപ്പ് പാടശേഖരത്തെ ദൃശ്യങ്ങളാണ്. ഇതിനകത്ത് ഏതാണ്ട് ഉപ്പ് ഈ ഒരു സൈഡിലൊക്കെ ഉപ്പിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയിലൂടെ നിങ്ങൾക്കത് വ്യക്തമായി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ കാണുന്ന ദൃശ്യങ്ങളാവട്ടെ ഉപ്പിൻ്റെ 6-ാം ദിവസത്തെ ദൃശ്യങ്ങളാണിത്. കണ്ടോ, ഒരു സൈഡിലെ വെള്ളം പൂർണ്ണമായിട്ടും ഏതാണ്ട് 99% വറ്റി ശരിക്കും ഉപ്പായിട്ട് തന്നെ മാറി നിൽക്കുകയാണ്. എന്നാൽ തൊട്ട് അടുത്ത പ്രദേശം അതിനോട് ചേർന്ന് അത് തന്നെയാണ് ആ തട്ടിൽ തന്നെ ഉപ്പിൻ്റെ ഏതാണ്ട് ഒരു 3/4 ഭാഗം എത്തിക്കഴിഞ്ഞു. ഇനിയും ഒരു 1/4 ഭാഗം കൂടി എത്തണം. ഇതിന് എത്തണമെങ്കിൽ ഏതാണ്ട് ഇനിയും 2-3 ദിവസം എടുക്കും. അങ്ങനെ ടോട്ടലി 8-9 ദിവസം കൊണ്ട് ഇത് നമുക്ക് ഇവർക്ക് സംഭരിച്ച് ശേഖരിച്ച് മാറ്റാവുന്ന ഉപ്പായി മാറുക തന്നെ ചെയ്യും എന്നാണ് ഇവിടുത്തെ ഉപ്പ് കർഷകൻ നമ്മളോട് അറിയിക്കേണ്ടായി. ഉപ്പ് പാടത്ത് നിന്ന് സംഭരിച്ച ഉപ്പാണ് ഈ കൂനുകളായിട്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്ത് 3-4 കൂനുകൾ, ഇതിൻ്റെ തന്നെ അങ്ങേ ഭാഗത്ത് 4-5 കൂനുകൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ 10-12 ദിവസം കൊണ്ട് പൂർണ്ണമായും ഉപ്പായി മാറിയ ഈ പ്രദേശത്തെ ബോർവെല്ലിലൂടെ ലഭിച്ച വെള്ളത്തിൻ്റെ സവിശേഷതയാണ്. ഏറ്റവും ടോപ്പിൽ നിന്നും വാരിയെടുക്കുന്ന ഉപ്പിന് പൂവെള്ള നിറവും അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നും വാരിയെടുക്കുന്ന ഉപ്പിന് ചെറിയ ഒരു നിറത്തിൻ്റെ വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആ പാടശേഖരത്ത് അധികം ഉപ്പ് വിളയിക്കാത്തതുകൊണ്ടാണ്. തുടർച്ചയായിട്ട് 2-3 തവണ ഉപ്പ് വിളയിച്ച പാടശേഖരമാണെങ്കിൽ അത്തരം നിറവ്യത്യാസം വരികയില്ല. കാരണം ഓട്ടോമാറ്റിക്കലി അടിയിലൊരു പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി തന്നെ രൂപാന്തരപ്പെടും എന്ന് തന്നെയാണ് കർഷകൻ അറിയിച്ചത്. എന്തായാലും ആർമുങ്നേരി എന്ന പ്രദേശത്തെ കായൽപ്പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ ഉപ്പ് പാടശേഖരത്തിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർബന്ധമായും അറിയിക്കുക. മറ്റൊരു പരിപാടിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിൻ്റെ പേര് മറക്കരുത്, സോഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. സോഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്ന് തന്നെയാണ്. അതിനെ ഷോർട്ടായിട്ട് SNE എന്നും ഞാൻ രേഖപ്പെടുത്താറുണ്ട്. ഉപ്പ് പാടശേഖരത്തു നിന്നുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.